ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഞങ്ങൾ രണ്ടാളും ബ്രിസ്ബെയിൻ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ പപ്പയും മമ്മിയും നാട്ടിൽ നിന്ന് വരികയാണ് കേട്ടോ ഇന്ന്. അപ്പം ഞാനും കുഞ്ഞനും ഫിയ ബേബിയും ഒക്കെ പുറകെ ഇരിപ്പുണ്ട്. എല്ലാരും കൂടെ ബ്രിസ്ബെയിൻ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമായ ലിസ്മോറിന്ന് ഏകദേശം ഒരു 2.5 hours അല്ലെങ്കിൽ 3 hours ഡിസ്റ്റൻസ് ഉണ്ട് ഈ ബ്രിസ്ബെയിൻ എയർപോർട്ടിലോട്ട്. അപ്പൊ ഞങ്ങൾ കുറച്ചധികം നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, കാരണം എന്തെങ്കിലുമൊക്കെ ഡിലേ ഒക്കെ റോഡിൽ വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷം വഴിയെ കാണാം. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയ സമയത്ത് നല്ല വെതറായിരുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ലായിരുന്നു. ഒരു 1.5 മണിക്കൂർ സുഖമായ യാത്രയായിരുന്നു. പക്ഷേ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ സമയമായപ്പോഴത്തേക്കും നല്ല മഴയായി. മഴ മാത്രമല്ല, റോഡിലൊക്കെ റോഡ് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പോകാനൊക്കെ കുറച്ച് ഡിലേ ആയി. കുറച്ച് ട്രാഫിക് ബ്ലോക്സും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ഓവറോൾ കുറച്ച് ഡിലേ ആയിരുന്നു ഞങ്ങളുടെ യാത്ര. എന്തായാലും ഇടയ്ക്ക് വെച്ച് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സർവീസ് സ്റ്റേഷനിൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ KFC ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. പറയാതിരിക്കാൻ വയ്യ, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഭയങ്കര ബോറായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു KFC കഴിക്കുന്നത്. എന്തായാലും മേടിച്ച് തല്ലേന്നും കരുതി ഞങ്ങൾ കഴിച്ചു. അങ്ങനെ ഫിയ ബേബിക്കും കഴിക്കാനൊക്കെ കൊടുത്ത് നമ്മളെല്ലാവരും വാഷ്റൂമിലൊക്കെ പോയി സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് സമയം കൂടെ അവിടെ വെയിറ്റ് ചെയ്തു, മഴയൊന്ന് കുറച്ച് കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ മഴ നന്നായിട്ട് തോർന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ യാത്ര തുടർന്നത്. അതിന് മുമ്പ് ഇവിടെ ഒരു സ്റ്റാച്യു കണ്ടപ്പോൾ ഫിയ ബേബിനെ ഒന്ന് കൊണ്ട് ആ സ്റ്റാച്യൂടെ അടുത്ത് നിർത്തിയത്, ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തിയതാണ്. പക്ഷേ പുള്ളിക്കാരി ആകെ പേടിച്ചു പോയി, ആകെ വിഷമായി, കരച്ചിലൊക്കെ ആയി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് എടുത്ത് പിന്നെ അവിടുന്ന് ഞങ്ങൾ അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ മഴയാണെങ്കിലും ട്രാവൽ തുടർന്നു, കാരണം ടൈം പോയിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയുടെ ഒരു സൈനും കാണാനില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബ്രിസ്ബെയിൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. എയർപോർട്ടിലെത്തി എന്താ പറയുക, പാർക്കിംഗ് കിട്ടാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു സത്യം പറഞ്ഞാൽ. കാരണം പാർക്കിംഗ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എവിടേക്കോ ആണ് തപ്പി കണ്ടുപിടിച്ച് അവസാനം ഒരു പാർക്കിംഗ് കിട്ടി. പാർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും അരമണിക്കൂർ ഞങ്ങൾ വൈകിയായിരുന്നു. ഞങ്ങൾ കരുതി പപ്പയും മമ്മിയൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യായിരിക്കും, ഞങ്ങളെ കാണാതെ വിഷമിച്ചിട്ടുണ്ടാവും, എന്താവും. കാരണം അവർക്ക് വൈഫൈ കണക്ട് ചെയ്യാനും സാധിച്ചിട്ടില്ല, അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ആകെ കൺഫ്യൂഷനായി. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് അറൈവൽ ഒക്കെ തപ്പി കണ്ടുപിടിച്ച് അറൈവലിൽ ചെന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ. അറൈവൽ കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും ആളുകളോടൊക്കെ ചോദിച്ചതാ. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് അറൈവലിലാണ് കേട്ടോ. ഞങ്ങളും ഇവിടെ തന്നെയാണ് വന്നത്. പക്ഷേ ഞങ്ങളൊന്ന് വന്ന സമയത്തും പെട്ടെന്ന് ഇറങ്ങി ഞങ്ങൾ ടാക്സി പിടിച്ച് പോവുകയാണ് ചെയ്തത്. ഒരുപാട് അവിടെ കറങ്ങാൻ നിന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്കും അത്ര വലിയ പരിചയമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് ഫ്ലൈറ്റ് അറൈവ് ആയിട്ടുണ്ട് അവരിപ്പം അവിടെ ക്ലിയറൻസിൽ നിൽക്കുകയായിരിക്കും ബാഗേജും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ അറൈവൽസ് എന്ന് പറയുന്നത് ഒത്തിരി ഹാപ്പിനെസ് നിറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. കാരണം എല്ലാവരും ഫാമിലിയോ അല്ല റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. എന്നാൽ സെയിം ടൈം ഡിപ്പാർച്ചറോ അതൊത്തിരി വിഷമമുള്ള കാര്യമായിരിക്കും. എല്ലാവരും കയറ്റി വിടുന്നു, ഫാമിലി നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ യാത്ര അയക്കുന്ന സ്ഥലമായിരിക്കുമല്ലോ ഡിപ്പാർച്ചർ. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. ഇതേ വരുന്നു കേട്ടോ പപ്പയും മമ്മിയും. അയ്യോ, എത്ര മണിക്കൂറുകൾക്ക് ശേഷം, ഒരുപാട് നേരം കഴിഞ്ഞ് ഞങ്ങളൊരു 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടോ ഇവർ വന്നേ. ഓവറോൾ ഇവർക്ക് 2 മണിക്കൂർ എടുത്തു. എന്തായാലും സമാധാനമായി എന്ന് പറയാമല്ലോ. കാരണം രണ്ടുപേരും ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടെൻഷൻ അടിച്ചു. കാരണം കൊച്ചിയിൽ നിന്ന് കയറുന്നതിന് തൊട്ട് മുന്നേ അവർ മെസ്സേജൊക്കെ അയച്ചിരുന്നു. പക്ഷെ അതിന് ശേഷം പിന്നെ ഇടയ്ക്ക് വെച്ച് അവരുടെ വിയറ്റ്നാമിലായിരുന്നു കേട്ടോ അവരുടെ എന്താ പറയുക കണക്ഷൻ. അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഇവർക്ക് വൈഫൈ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഞങ്ങളോട് കോൺടാക്ട് ചെയ്യാനോ ഒന്നും സാധിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിലായിരുന്നു. എന്തായാലും ഫൈനലി എല്ലാം കഴിഞ്ഞ് അവരിവിടെ റീച്ച് ആയിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇന്ന് എനിക്കൊരുപാട് ആ കാലത്തൊരു ആഗ്രഹമായിരുന്നു പാരൻസിനെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഞാനിപ്പം ദുബായിലും അല്ലെങ്കിൽ UK-ലും ഇവിടെയൊക്കെ 2-3 രാജ്യത്തുണ്ടായിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു രാജ്യത്ത് അവരെ കൊണ്ടുവരണം, ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യത്തൊക്കെ അവർ ട്രാവൽ ചെയ്ത് കാണണം, കാര്യങ്ങളൊക്കെ കാണണം എന്നൊക്കെ കാണിക്കണം എന്നൊക്കെ എനിക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു. അങ്ങനെ അവരെ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കരുത് അവരെ കൊണ്ടുവരുന്നതെന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ എല്ലാവരും ഇങ്ങനെ പ്രഗ്നൻസിയിലോ അല്ലെങ്കിൽ ഡെലിവറീൻ്റെ സമയത്തോ അങ്ങനെയൊക്കെയാണല്ലോ പാരൻസിനെ കൊണ്ടുവരുന്നത്. എനിക്കെന്തോ അങ്ങനെയുള്ളൊരു സമയത്തായിരിക്കരുത് ഞാൻ കൊണ്ടുവരുന്നതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ കൊണ്ടുവരുന്നതിനോട് എനിക്ക് ഒഫൻസ് ഒന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അങ്ങനെ ആയിരുന്നില്ല. ഇവരെ കൊണ്ടുവരുന്നത് ഇവരുടെ എൻജോയ്മെൻറ്റിനും തീർത്തും ഇവരുടെ ഇഷ്ടത്തിനും വേണ്ടിയിട്ടായിരിക്കണം എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു.
എന്തായാലും ഞങ്ങളുടെ അടുത്ത് വിസ 3 വർഷം വരെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന വിസയാണ്. പക്ഷേ എന്നിവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഇവിടെ തോന്നുന്നു, ഇവിടുത്തെ വെതറോ അല്ലെങ്കിൽ ഇവിടുത്തെ നാടോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്ന് വേണമെങ്കിലും തിരിച്ചു പോകാം എന്നുള്ളൊരു ഉറപ്പിലാണ് കേട്ടോ ഞാൻ ഇവരെ ഇങ്ങോട്ട് വിളിച്ചത്. എന്തായാലും രണ്ടുപേരും നല്ല ഹാപ്പിയാണ്, എല്ലാം ന്യൂ. അങ്ങനെ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയി വെള്ളമൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ട്രാവൽ ചെയ്ത് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ച് സർവീസ് സ്റ്റേഷനിൽ കയറി, കാരണം അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഫുഡ് ആണ് അവർക്ക് കൊടുത്തത്, ബർഗറും കോഫിയും ഒക്കെയാണ് കേട്ടോ കുടിച്ചത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയത് ഏകദേശം 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 3 മണി എങ്ങാണ്ടായി. എന്തായാലും വന്നു കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉറങ്ങിയത്. ഫിയ ബേബി ഉറങ്ങിയിട്ടില്ല കേട്ടോ, 4 മണിയായിട്ടും ഇങ്ങനെ ചിരിച്ച് നിൽക്കുക. അങ്ങനെ എല്ലാവരും ഉറക്കമൊക്കെ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ അടിപൊളിയായിട്ട് ഒരുങ്ങി ഇറങ്ങിയേക്കുവാണ് എല്ലാവരും കൂടി. ഞങ്ങൾക്ക് കുറേ പ്ലാനുകളുണ്ടായിരുന്നു കേട്ടോ. അതായത് പപ്പയ്ക്കും മമ്മിക്കും സിം കാർഡ് എടുക്കണം പുതിയ, അതുപോലെ കുഞ്ഞിൻ്റെ ഫോണാണെങ്കിൽ ഇപ്പോൾ ഡാമേജ് ആയിരിക്കും, അത് നന്നാക്കുമോ അല്ലെങ്കിൽ പുതിയ ഫോൺ വാങ്ങുമോ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ഇവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. ഇങ്ങനെ കുറേ പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ യാത്രയിൽ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെയ്തു. എല്ലാം ഇവർക്ക് ന്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ മമ്മീനെ കൊണ്ട് ഞാൻ സ്കാനൊക്കെ ചെയ്ത് സാധനങ്ങൾ ബില്ല് ചെയ്യിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിലൊന്നും അധികം ഇല്ലാത്തൊരു കേസാണല്ലോ. സ്വന്തം കടയിൽ പോകുന്നു, നമ്മൾ സാധനം എടുക്കുന്നു, ബില്ല് ചെയ്യുന്നു, നമ്മൾ ഇറങ്ങി വരുന്നു. നമ്മുടെ ബില്ല് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾക്ക് ഇത് ചെയ്യാനോ ഒന്നും ആരും ഇല്ലാതെ, അതൊക്കെ ഇവർക്ക് ശരിക്കും ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ രാവിലെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് പോയി, പിന്നെ വൈകുന്നേരം പിന്നെ ഷോപ്പിങ്ങിന് വന്നു. അങ്ങനെ കാരണം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 200-300 മീറ്റർ അകലെയാണ് കേട്ടോ ഒരു ഷോപ്പിംഗ് മാളുള്ളത്, ലിസ്മോർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു മാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് വരായിരുന്നു. ഫിയ ബേബി എന്ത് ക്രീം കണ്ടാലും ഒന്നെങ്കിൽ അതെടുത്ത് മുഖത്ത് തേക്കും, ഇല്ലെങ്കിൽ അത് തലയിൽ തേക്കേണ്ട ഷാമ്പു എന്നാണ് വിചാരിക്കുക. അപ്പം പൊതുവെ ഏത് ക്രീം കണ്ടാലും അവളുടെ അടുത്ത് മുഖത്ത് തേക്കും. ഇപ്പം നമ്മൾ ഇപ്പം തൈരൊക്കെ കഴിക്കാൻ കൊടുക്കുക, അങ്ങനെ യോഗട്ട് കുറച്ച് കട്ടിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവളത് അപ്പം തന്നെ എടുത്ത് മുഖത്തും തലയിലും തേച്ച് വെക്കും. കാരണം ക്രീമൊക്കെ മുഖത്ത് തേക്കുന്ന പോലെ തൈരും തേക്കണ്ടെന്ന് വിചാരിച്ചിട്ടേ വെള്ള കളറിൽ എന്ത് ക്രീം കണ്ടാലും മുഖത്തെടുത്ത് തേക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവൾക്ക്. എന്തായാലും സാധനങ്ങളൊക്കെ പിന്നെയും ഉച്ച കഴിഞ്ഞ് വന്ന് ഞങ്ങൾ വാങ്ങി. അങ്ങനെ ഞങ്ങൾ പപ്പേനെയും കൂട്ടിക്കൊണ്ട് ഒരു ഷോപ്പിൽ പോയി കേട്ടോ. അങ്ങനെ പപ്പയ്ക്ക് ഒരു സ്പെഷ്യൽ ട്രീറ്റ് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഒരു ആൽക്കഹോൾ ഷോപ്പിലോട്ടാണ് കൊണ്ടുപോയത്. ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, കുപ്പിയാണെന്നുണ്ടെങ്കിൽ പോലും. എന്നാലും അവിടെ നിന്ന് ഞങ്ങളൊരു കുപ്പിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഈ സമയം ഫിയ ബേബി അത് ആ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ കളിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്ക്രീനിൽ കുറേ കുട്ടികളുടെ ഫോട്ടോ വരും കേട്ടോ. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമാണ് അവൾക്ക്. ഏത് കുട്ടികളെ കണ്ടാലും ബേബി എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷവും കെട്ടിപ്പിടിക്കലും താരാട്ടുപാടലും ഒക്കെയാണ്. ഇവിടെ കഴിഞ്ഞ് വലിയ പിള്ളേരെ കണ്ടാലും 5-ലും 6-ലൊക്കെ പഠിക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള പിള്ളേരെ കണ്ടാലും ഇവള് ബേബി എന്നാണ് വിളിക്കുക. ഫിയ ബേബിനാണ് എടുത്ത് നടക്കാൻ അവൾ സമ്മതിക്കുകയില്ല. അവൾക്ക് ഇങ്ങനെ നടക്കണം, കയ്യിൽ പിടിക്കാൻ പോലും ഒന്നും അനുവദിക്കില്ല. അങ്ങനെയാണ് ഇപ്പോൾ അവളുടെ ഒരു അവസ്ഥ. എന്തായാലും ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ അവരെ കാണിച്ചു കൊടുത്ത് പപ്പയുടെയും മമ്മിയുടെയും കൂടെ ഈ മാളിലൊക്കെ കറങ്ങി. അല്ലാതെ വേറെയും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും 2 ദിവസം കൊണ്ട് തന്നെ മാക്സിമം നമ്മൾ എല്ലായിടത്തും കറങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വിശേഷങ്ങൾ. എന്തായാലും ഇവർ കുറച്ച് കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. Thank you all for watching this here video.